എനിക്ക് കുഞ്ഞ് വളരെ ഒരു പെടലി ഒടിഞ്ഞ അവസ്ഥയിലാണ് കട്ടിൽ കിടക്കുന്നത് കണ്ടത്. അച്ഛൻ അങ്ങനെ കൊണ്ട് നടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ഇത് ചെയ്യണ്ടായിരുന്നു. കുഞ്ഞിന് വേണ്ടി ലക്ഷങ്ങൾ രൂപ ചെലവാക്കിയാ കുഞ്ഞിനെ കിട്ടിയത്. കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു മനുഷ്യ സഹജമല്ലാത്ത സ്വഭാവമാണ്. നാടിനെ നടുക്കിയ ഒരു സംഭവമായിപ്പോയി. ഞാനിന്ന് ഷോപ്പ് തുറന്നൊരു 10:15 ഷോപ്പ് തുറന്നപ്പോഴൊരു നിലവിളി കേട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 2-3 ആളുകൾ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ ഈ തള്ള നിലയം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതാണ് കണ്ടത്. അവർ തൂങ്ങി നിൽക്കുന്നെന്നും പറഞ്ഞ്. അജീഷിനെ ഒരു വർഷത്തിന് മേലെയായിട്ട് അറിയാം. പുള്ളി ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ഷോപ്പിൽ വരാറുണ്ട്. അത്യാവശ്യം ചില കാര്യങ്ങളും ഗൾഫ് വിശേഷമൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട് ഒരു 3-4 മാസമായിട്ട് നാട്ടിലായിരുന്നു. പിന്നീട് അടുത്ത സമയമായി കൊല്ലത്ത് ഏതോ ഒരു വക്കീൽ ഓഫീസിൽ ജോലി തരപ്പെട്ട് എന്ന് അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളൊരു സൗമ്യനായിരുന്നു. മറ്റേ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. കുഞ്ഞിനൊരു 2.5-3 വയസ്സിനകത്ത് പ്രായമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. അതിന് ഏതോ കുട്ടികളുടെ അസുഖങ്ങൾ, ഏതോ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. മറ്റേ വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വസ്തു വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നത് സഹോദരിയുടെ വിവാഹം സംബന്ധിച്ച് വിറ്റ് പിന്നീട് അന്ന് മുതൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം സാമ്പത്തിക ബാധ്യതയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ അതിലാണ് നമുക്കും വിഷമം. കാരണം ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു മനുഷ്യ സഹജമല്ലാത്ത സ്വഭാവമാണ്. പക്ഷേ അത് കേട്ടപ്പോൾ നമ്മളൊക്കെ മരവിച്ചു പോയി. അസുഖത്തിന് ഈ സംഭവത്തിന് ശേഷം ആളുകൾ പറയുന്നത് പുള്ളിക്ക് ബ്ലഡ് ക്യാൻസർ മറ്റും പരിശോധന സ്ഥിരീകരിച്ചതായിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം അത് പുറത്തു വരുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ ഒരു കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. സ്വന്തം തള്ളയും പിന്നെ കുട്ടി ഒരു ബാധ്യതയാകും എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചെയ്തു പോയത്. പൊതുവിൽ നമ്മൾ ആ കുടുംബത്തെക്കുറിച്ച് മനസ്സിലാകുന്ന ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൽപ്പണിക്കാരനാണ്. പുള്ളിക്ക് എന്നും പണി കിട്ടാറില്ല. പിന്നെ പണിയുള്ള സമയത്ത് പണിക്ക് പോകും. അമ്മ കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങോ മറ്റോ ആയിരുന്നു. അപ്പോൾ അവരും സമീപ സമയത്തായിട്ട് അവരും ജോലിക്ക് പോകാതെ, അവർക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ പോകാതായി. പുറത്തെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഒരു 11 മണിയോ ആകാറായി എന്ന് പറഞ്ഞ് നിനക്ക് നിലവിളി കേൾക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്ന് നോക്കുമ്പോൾ കുട്ടി കട്ടിലിൽ മരിച്ചു കിടക്കുന്നൊരവസ്ഥയും ഭാര്യയും ഭർത്താവും തൂങ്ങിക്കുന്നൊരവസ്ഥയാണ്. വളരെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുകയും രാഘവൻ സാറ് പ്രസ്മരാജൻ TV പുള്ളി അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ചാനലുകാരും പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ എത്തുകയുണ്ടായിരുന്നു. നടപടികളൊക്കെ സ്വീകരിച്ചു. ബോഡി ഇപ്പോൾ കൊണ്ടുപോയി. പിന്നെ ഈ മരിച്ച കക്ഷിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ മനോവിഷമത്തിൽ അങ്ങനെ ആയിരിക്കാം. ഞാൻ കുട്ടിയും സുഖമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അതൊക്കെയാണ് കാരണം പറയുന്നത്. ഏതായാലും വ്യക്തമായിട്ടൊരു വ്യക്തതയില്ല. അതെ, പിഞ്ചു കുഞ്ഞ് വളരെ ഒരു പെടലി ഒടിഞ്ഞ അവസ്ഥയിലാണ് കട്ടിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോഴത്തേക്ക് മനസ്സ് തന്നെ മരവിച്ചു പോയൊരവസ്ഥയാണ്. ആ പെൺകുട്ടി ഇവിടെ സാധാരണതായി ഇവിടെ വന്നിങ്ങനെ നിൽക്കാറുണ്ട്. ഈ ജംഗ്ഷൻ വണ്ടിയകത്തേക്ക് ആയിരിക്കാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമായിപ്പോയി. വളരെ വിഷമം. അവർ ഒരു വെൽ പ്ലാൻഡായിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു വ്യക്തത കാണുന്നുണ്ട്. കുട്ടിക്ക് 2 വയസ്സായതേ ഉള്ളൂ. കുട്ടിയും മരിച്ച് കട്ടിൽ കിടക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നവരെ വായിൽ ടേപ്പ് ചുറ്റിയിരുന്നത്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം കൊല്ലത്തൊരു അഡ്വക്കേറ്റിൻ്റെ കൂടെ ജോലി ചെയ്യുമോ. സാമ്പത്തിക ബുദ്ധിമുട്ടും ഈ രോഗത്തിൻ്റെ പ്രശ്നവും തന്നെ അതിൻ്റെ വിഷമത്തിൽ ചെയ്തത്. 2.5 വയസ്സ്. ഒരുപാട് പൈസ ചിലവാക്കിയ മോൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട്.
ഈ അസുഖം നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? ഇല്ലല്ല, ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് NSC ടെസ്റ്റിന് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റിന് അയച്ചായിരുന്നു. അങ്ങനെ എന്നിട്ടാണ് RCCയിൽ എങ്ങാണ്ട് പോയായിരുന്നത്. അതിനുശേഷം ഒന്ന് ചെയ്തേ. കുഞ്ഞിന് വേണ്ടി ലക്ഷങ്ങൾ രൂപ ചിലവാക്കിയാണ് കുഞ്ഞിനെ കിട്ടിയത്. 7-ാം മാസത്തിൽ പ്രസവിച്ച് പിന്നെ ബെൻസറിൽ കൊണ്ട് ഒരുപാട് ലക്ഷങ്ങൾ രൂപ ചിലവാക്കി. ആ കടബാധ്യതയൊക്കെ 2 പേർക്കും ഉണ്ട്. പിന്നെ മോൻ്റെ ഈ അസുഖത്തിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ. പിന്നെ അവർക്ക് അമ്മയ്ക്കും കിടക്കടവില്ല, ഇവർക്കും വാടകയ്ക്കൊക്കെയാണ് താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും 3 പേരും അങ്ങനെ ചെയ്തത്. കുഞ്ഞിന് വേറൊരാൾക്ക് ബാധ്യത അവരെന്ന് വിചാരിച്ചായിരിക്കും. പിന്നെ മോൻ്റെ അസുഖത്തിൻ്റെത് വെച്ച് അറിഞ്ഞപ്പോൾ പിന്നെ തകർന്നു പോയി കാണും 2 പേരും. ബാധ്യത ഒരുപാടുണ്ട്. കുഞ്ഞിന് വേണ്ടി തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സ് വിഷമം. നാളെ അങ്ങോട്ട് RCC പോകണമായിരുന്നെന്ന് പറയുന്നുണ്ട് ചെക്കപ്പിന്. പക്ഷേ അന്നേരം തള്ള ചോദിച്ചപ്പം പോകുന്നില്ല, പിന്നെ പോകുന്നതേ ഉള്ളെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇവിടെ അവർ തീരുമാനിച്ചിട്ടായിരിക്കും പോകാഞ്ഞത്. നല്ലൊരു കുടുംബക്കാരായിരുന്നു. ഇദ്ദേഹം മേശിരിപ്പണി ചെയ്യുന്നതാണ്. ഇത് മരിച്ച കുട്ടിയുടെ അച്ഛൻ എല്ലാ വിധത്തിലും കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. നല്ല സൗഹൃദവും എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നൊരു കുടുംബം. എൻ്റെ വീട്ടിലും വന്ന് പണി ചെയ്തിട്ടുണ്ട്. എന്നും കാണുന്നവരാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും എന്താണെന്ന് നമുക്കറിയാമോ അറിയില്ലേ. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വാടക വീടാണ്. സ്വന്തം വീട് വിറ്റിട്ട് മകളെ കെട്ടിച്ചതിന് ശേഷം ഇവർ ഈ വീട്ടിലോട്ട് താമസമായതിനു ശേഷവും അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ട് കടം വന്നപ്പോൾ മോൾക്ക് വേണ്ടി അത് വിറ്റിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് വാടക വീട് താമസിക്കുകയാണെന്നാണ് പറഞ്ഞത്. മോനും മരുമോളും കുഞ്ഞുമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് എപ്പോഴും റോഡിൽ നിൽക്കുന്നതൊക്കെ കാണാമായിരുന്നു. വേറെ എന്താണ് ഉള്ളിൽ അച്ഛനും ഈ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ഒരു പോരായ്മ വരുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരാളുകളല്ല. അവരുടെ ഇത് അനിമേശ്വരിയുടെ സഹോദരിയായിട്ടും എനിക്ക് പരിചയമുണ്ട്. അത് അവരിൽ നിന്നൊന്നും യാതൊരു കഷ്ടപ്പാട് ഈ മരുമോക്കും മോനും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വ്യക്തമായ അറിയിപ്പ്. അസുഖം ഉണ്ടെന്ന് ഇങ്ങനെ പുറത്ത് പറയുന്നെങ്കിലും പുറത്ത് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടായിരിക്കാൻ ഞാൻ കുറച്ച് നാളായി ഞാൻ ഇവരുമായിട്ട് ഇപ്പം കണ്ടുമുട്ടിയിട്ട്. ആയിരിക്കാം മനംനൊന്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ചെറുക്കന് തോന്നിയതായിരിക്കാം. എങ്കിലും പിഞ്ചു കുഞ്ഞിനെ ഇത് ചെയ്യണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ഇത് ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവന് വേണമെങ്കിൽ മരിക്കായിരുന്നു. അസുഖമായിരുന്നല്ലോ, പോയി മരിക്കുക എന്തോലും ചെയ്യാം. ആ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പ്രായമില്ല, 2.5 വയസ്സേ ഉള്ളെന്ന് പറയുന്നു. 2.5 വയസ്സാണ്. എപ്പോഴും ഈ അനിമേഷനിൽ ജോലി കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.